ഹലോ ഫുഡീസ്. അധികം സമയം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനില്ല, പക്ഷേ ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെയുള്ളൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് സേമിയ വെച്ചിട്ടുള്ള ഉപ്മ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി വന്നപ്പം 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക കേട്ടോ. അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് പീനട്ട്സ് ഇട്ടു. പീനട്ട്സൊക്കെ ഒന്ന് റോസ്റ്റായി അതൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ജീരകം ആഡ് ചെയ്തു. ജീരകം ആഡ് ചെയ്തതിന് ശേഷം ചെയ്യുന്നത് ഒരു 3-4 പച്ചമുളക്, ഒരു സവോള, 1-2 തണ്ട് കരിയാപ്പില, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മൾ പൊട്ടുകടലയും അതായത് റോസ്റ്റഡ് ഗ്രാം, അതും കുറച്ച് കാഷ്യൂനട്ടും, ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 റോസ്റ്റഡ് ഗ്രാമും കാഷ്യൂനട്ടും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഞാനിന്ന് പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ബീൻസ് ഇത്രയാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിടാം, പിന്നെന്താണ് കോളിഫ്ലവർ ആഡ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സേമിയ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സേമിയ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, അപ്പോൾ നമുക്ക് 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെയായിരിക്കുന്നത്. വെള്ളമെല്ലാം പറ്റി വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഇനിയിപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ ഒന്ന് വലിയും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ കിച്ചണിൽ അധികം സമയമില്ല, പക്ഷെ നമുക്ക് ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, ഹെൽത്തി ആവണം, കുറച്ച് നേരത്തേക്ക് ഫില്ലിംഗ് ആവണം, അങ്ങനെയൊക്കെയുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ സേമിയ വെച്ചിട്ടുള്ള ഉപ്മ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.